അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുല്ലാഹിബിൻ ജാഷ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നേതൃത്വത്തിൽ നഖലയിലെത്തിയ സംഘത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉയർന്നു വന്ന പുതിയ പ്രശ്നം, അവർ നിൽക്കുന്ന ആ ദിവസം റജബ് മാസത്തിൻ്റെ അവസാന ദിവസമായിരുന്നു. നമുക്കറിയാം, നമ്മുടെ സംസ്കാരത്തിൽ എന്നല്ല, പൗരാണിക അറബി സംസ്കാരത്തിലും ഏറ്റവും വിശുദ്ധങ്ങളായ 4 മാസങ്ങളിൽ ഒന്നായിരുന്നു റജബ്. നിരന്തരം യുദ്ധങ്ങളിൽ ഏർപ്പെടുന്ന അറബികൾക്ക് യുദ്ധങ്ങളിൽ നിന്നുള്ള ഒരു വിശ്രമ സമയം കൂടിയായിരുന്നു റജബ് മാസം അടക്കമുള്ള ഈ 4 മാസങ്ങൾ. ഇസ്ലാം അതിനെ ആ അർത്ഥത്തിൽ തന്നെ നിലനിർത്തുകയും ചെയ്തു. അപ്പോൾ ഈ ദിവസം ശരിക്കും വാദിക്കുകയാണ് എങ്കിൽ 2 രൂപത്തിലും വാദിക്കാം. ഒരുപക്ഷെ മാസപ്പിറവി കണ്ടിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഷാബാനാണ്. ഷാബാനാകുമ്പോൾ ഹറാമിൻ്റെ പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇത് റജബ് മാസമാണ്, അപ്പോൾ ഈ പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് അവർ ഒന്ന് കൂടിയാലോചിച്ചപ്പോൾ അവർക്ക് ആ ഈമാനികമായ ജിഹാദികമായ ആവേശമാണ് അവർക്ക് ആദ്യം കടന്നു വന്നത്. അവർ പറഞ്ഞു, നമ്മൾ ഇപ്പോൾ ശത്രുവിനെ വെറുതെ വിട്ടാൽ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അവരെ ആക്രമിക്കാതിരുന്നാൽ അവർ പോകും. അവർ പോയി നേരെ മക്കയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അവർ നേരെ ഹറമിൽ പ്രവേശിക്കും. ഹറമിൽ പ്രവേശിച്ചാൽ പിന്നെ ആർക്കും ഒരു കാലത്തും ഒന്നും ചെയ്യാൻ പാടില്ല. അതെല്ലാവരും മാനിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഈ വഴിയിൽ വെച്ച്, ഇവിടെ വെച്ച് തന്നെ അവരെ ആക്രമിക്കുന്നതാണ് ബുദ്ധി എന്ന് പലരും അഭിപ്രായപ്പെട്ടു. ബാക്കിയുള്ളവരൊക്കെ അതിനോട് യോജിച്ചു. അങ്ങനെ അവർ ആക്രമണം അഴിച്ചുവിട്ടു. സംഘത്തിൽ ആകെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അംർ ഇബ്നു ഹളറബിയാണ് നേതാവ്, അദ്ദേഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉസ്മാൻ, നൗഫൽ, അവർ മുഗീറയുടെ മക്കളായിരുന്നു, അവർ 2 പേരുണ്ടായിരുന്നു. അവരുടെ ഒരു ഭൃത്യൻ കൂടിയായിരുന്ന ഹക്കം ബിൻ കൈസാനും ഉണ്ടായിരുന്നു. ഈ 4 ആൾക്കാരാണ് പ്രധാനമായും ഉള്ളത്. വേറെ ആൾക്കാർ കാര്യമായി ഒന്നും ഉള്ളതായി ചരിത്രങ്ങൾ പറയുന്നില്ല. അപ്പോൾ അവരെ നേരിടുന്നത് അബ്ദുല്ലാഹിബ്നു ജാഷ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ സംഘമാണ്. അപ്പോൾ അതുകൊണ്ട് ആക്രമണം അവർ അഴിച്ചു വിട്ടു എന്ന് മാത്രമല്ല, ഏറ്റുമുട്ടൽ വളരെ പെട്ടെന്ന് അവസാനിച്ചു. കാരണം ഏറ്റുമുട്ടലിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ സംഘ നേതാവായിരുന്ന അംർ ഇബ്നുൽ ഹളറമി കൊല്ലപ്പെട്ടു. മാത്രമല്ല 2 പേരെ പിടികൂടുകയും ചെയ്തു. അതായത് ഉസ്മാൻ എന്ന് പറഞ്ഞ ആളെയും ഹക്കം എന്ന് പറഞ്ഞ ആളെയും 2 പേരെയും പിടികൂടുകയും ചെയ്തു. മാത്രമല്ല ആ ഒരു കച്ചവട സംഘത്തിൻ്റെ സമ്പത്ത്, വസ്തുവകകൾ ഇതെല്ലാം വിജയ ശ്രീലാളിതരായ മുസ്ലിം പക്ഷത്തിന്, അബ്ദുല്ലാഹിബ്നു ജാഷ് റളിയല്ലാഹുവിൻ്റെ സൈന്യത്തിന് സ്വന്തമാവുകയും ചെയ്തു. അങ്ങനെ സന്തോഷത്തോടെ അവർ തിരിച്ചു പോരുകയാണ്. ആ തിരിച്ചു പോരുമ്പോൾ ഒന്ന് പറയാനുണ്ട്. എന്താ? ഇസ്ലാമിലെ ആദ്യത്തെ ഗനീമത്താണ് ഇത്. ഇസ്ലാമിലെ ആദ്യത്തെ ഗനീമത്ത് എന്ന് പറയാം. അതായത് ഹുംസ് നിലവിൽ വന്നിട്ടുണ്ട്. 5-1 അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും നൽകേണ്ട വകയാണ് ഹുംസ് എന്ന് പറയുന്നത്. ഏതായിരുന്നാലും അംർ ഇബ്നു ഹളറമി കൊല്ലപ്പെട്ടു. മറ്റ് 2 പേർ തടവിലായി. അവരെയും കൊണ്ട് അവർ നേരെ മദീനയിലേക്ക് വരികയാണ്. അങ്ങനെ മദീനയിലേക്ക് വരുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. നബിയെ മുഖം കാണിക്കുകയും ഉണ്ടായ സംഭവങ്ങൾ പറയുകയും ചെയ്തപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ഒരിക്കലും തെളിഞ്ഞില്ല. പറയുമ്പോൾ ശത്രുവിൻ്റെ മേൽ ആധിപത്യം നേടാനും വിജയം നേടാനും കഴിഞ്ഞിരിക്കുകയാണ്. സന്തോഷിക്കേണ്ട കാര്യമാണ്, സന്തോഷിക്കാൻ വകയുള്ള കാര്യമാണ്. മാത്രമല്ല ഗനീമത്ത്, വളരെ ദാരിദ്ര്യം പിടിച്ച കാലഘട്ടമാണ്. ആ സമയത്ത് ഗനീമത്ത് കയ്യിൽ വന്നിരിക്കുകയാണ്. മാത്രമല്ല 2 തടവുകാരും വന്നിരിക്കുന്നു. പക്ഷേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീതിയുടെ ആൾരൂപമാണ്. വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അൻ ലാ തഅദിലൂ. വിശുദ്ധ ഖുർആൻ്റെ നിലപാടതാണ്. ഒരു വിദ്വേഷം, അല്ലെങ്കിൽ ഒരു വിഭാഗത്തോടുള്ള വിദ്വേഷം, അത് തെറ്റ് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നതാവാൻ പാടില്ല എന്ന് ഇസ്ലാമിന് ഷാഢ്യമുണ്ട്. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ അമർത്തുക്കും ബി ഖിതാലിൻ ഫീ ഷഹ്രിൻ ഹറാം. വിശുദ്ധമായ റജബ് മാസത്തിൽ യുദ്ധം ചെയ്യാൻ ഞാൻ നിങ്ങളോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഞാനത് അംഗീകരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടുപ്പിച്ചു.
മാത്രമല്ല നബിക്കതിൽ വല്ലാത്ത വിഷമമുണ്ടായി. കാരണം പരമ്പരാഗതമായി അറബ് ജനത ആചരിച്ചു പോന്ന വിശുദ്ധി, കരുതി പോന്ന വിശുദ്ധി അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തേത്, ഇസ്ലാം അതേപടി അംഗീകരിക്കുകയും നിലനിർത്തുകയും ചെയ്ത ഒരു വിശുദ്ധി, അതിനെ ഭഞ്ജിക്കുക എന്ന് പറയുന്നത് എന്ത് ന്യായത്തിൻ്റെ പേരിലാണെങ്കിലും ശരിയല്ല എന്ന പക്ഷക്കാരനായിരുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രധാനമായ 2 തീരുമാനങ്ങളെടുത്തു. ഒന്ന്, തടവുകാരായ 2 പേരെയും നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് തിരിച്ചയക്കാൻ തീരുമാനിച്ചു. രണ്ടാമത്തേത്, കൊല്ലപ്പെട്ട അംർ ഇബ്നുൽ ഹളറമിക്ക് ദിയ പണം നൽകാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിച്ചു. ഇസ്ലാമിനെ സാമൂഹ്യമായി രാഷ്ട്രീയമായി വിലയിരുത്തുന്ന പഠിതാക്കൾക്ക്, ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഒരുപാട് മനസ്സിലാക്കാനുള്ള ആഴമുള്ള പാഠങ്ങളാണ് ഇത്തരം പാഠങ്ങളെല്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.